പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു സാബത്ത് ദിവസം യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ കതിരുകൾ പറിച്ച് കൈകൊണ്ട് തിരുമി തിന്നു. ഫരിസേരിൽ ചിലർ ചോദിച്ചു, സാബത്തിൽ നിഷിദ്ധമായത് നിങ്ങൾ ചെയ്യുന്നതെന്ത്? അവൻ മറുപടി പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കുവാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിക്കുകയും കൂടെയുണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ? അവൻ അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ സാബത്തിന്റെയും കർത്താവാണ്. ഈ വചനഭാഗത്തിൽ യേശു നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്, ഈ ലോകത്തിലുള്ള എല്ലാ സൃഷ്ടവസ്തുക്കളുടെയും നിയമങ്ങളുടെയും എല്ലാത്തിൻ്റെയൊക്കെയും അധിപനാണ് യേശു എന്ന് തന്നെ. എല്ലാം യേശുവിൻ്റെ കാൽ കീഴിലാണ്. ദൈവത്തിന് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം നൽകാം, മറ്റുള്ളവരോട് കരുണയും കാണിക്കാം. അങ്ങനെ നിറയെ ആത്മാക്കളെ സ്വർഗത്തിന് വേണ്ടി നമ്മൾക്ക് നേടിയെടുക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.